മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യം, ദ ബുക്ക് ഓഫ് ജനേസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20, നിങ്ങൾ എനിക്ക് തിന്മ ചെയ്തു, പക്ഷേ ദൈവം അത് നന്മയാക്കി മാറ്റി. ഈജിപ്തിന്റെ ഭരണാധികാരിയായി തീർന്ന ജോസഫ് തന്റെ മുൻപിൽ ഭക്ഷണം യാചിച്ചു വന്ന സഹോദരങ്ങളോട് പറയുന്ന വാചകമാണിത്. ചില കാലങ്ങൾക്ക് മുൻപ് സഹോദരന്മാർ ജോസഫിനോട് ക്രൂരമായി ഇടപെട്ട് അടിമയായി വിറ്റു. കാലങ്ങൾക്ക് ശേഷം ഉപദ്രവിച്ച സഹോദരങ്ങൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ജോസഫിന്റെ മുൻപിൽ വന്നു. ആപത്തുകാലത്ത് ദൈവാശ്രയത്തിൽ ഉറച്ചു നിന്ന ജോസഫ് പരാജയപ്പെട്ടില്ല. ആപത്തുകളെ ദൈവം അനുഗ്രഹങ്ങൾക്ക് കാരണമാക്കി തീർത്തു. ശത്രുക്കൾ നമുക്ക് എന്തെല്ലാം ദോഷങ്ങൾ വരുത്തുവാൻ ശ്രമിച്ചാലും അതൊന്നും നമുക്ക് ദോഷമായി ഭവിക്കുകയില്ല. നമ്മെ അവ നശിപ്പിക്കുകയില്ല. തൽക്കാലം ചില വിഷമതകളിൽ കൂടെ കിടക്കേണ്ടി വന്നാലും ദൈവം ഇടപെട്ട് അവയെ അനുഗ്രഹിക്കും, അതിനിടയാക്കും. ജോസഫിനെ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടായിരുന്ന പോലെ നമുക്കും വേദനയുടെ ഓർമ്മകൾ ഉണ്ടായിരിക്കും. മറ്റുള്ളവർ നമ്മോട് ചെയ്ത ദോഷപ്രവൃത്തികൾ നമ്മെ വേദനിപ്പിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് ധീരമായി ജീവിക്കുന്നവർ കടന്നു പോകേണ്ടി വരുന്ന വൈഷമ്യങ്ങളുടെ ഒരു കാലഘട്ടമുണ്ട്. അന്നവർ വിവിധങ്ങളായ വൈഷമ്യങ്ങൾ കടക്കേണ്ടി വരും. അവർ പതിവിൽ അകപ്പെടും. ചിലപ്പോൾ ചതിവുണ്ടാകും. സ്നേഹിതരോ സഹോദരങ്ങളോ ഉപദ്രവിക്കും. മറ്റുള്ളവർ നമ്മെ അടിമകളാക്കുവാൻ ശ്രമിക്കും. നാം ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ മേൽ ആരോപിക്കപ്പെടും. എന്നാൽ ആ കാലത്തിനൊരവസാനമുണ്ട്. ഹാമാൻ മൊർദെഖായിക്കെതിരായി ദോഷം നിരൂപിച്ചു. എന്നാൽ മൊർദെഖായിക്കും യഹൂദന്മാർക്കും യാതൊരു ദോഷവും സംഭവിച്ചില്ല. ഹാമാൻ പണികഴിപ്പിച്ച മരത്തിൽ ഹാമാനെ തന്നെ തൂക്കിക്കൊന്നു. നമുക്ക് വിപരീതമായി ആര് തന്നെ ദോഷം ചിന്തിച്ചാലും ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട. മനുഷ്യൻ ദോഷം നിരൂപിക്കുമ്പോൾ ദൈവം നമ്മുടെ നന്മ ക്രമീകരിക്കും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങൾ എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.